കക്കുത്തി എവിടെയായിരുന്നു? എവിടെ പോയതാ? അക്കുചേട്ടനെ ഈ അവസ്ഥയിലാക്കി ആളെ കാണാൻ പോയത്. അക്കുചേട്ടന്റെ ചീഫ് എഞ്ചിനീയർ കാണാൻ പോയത് ഞാൻ. ചീഫ് എഞ്ചിനീയറോ? അതെ, പക്ഷെ അവിടെ അക്കുചേട്ടന്റെ ചീഫ് എഞ്ചിനീയർ ഇല്ല. അത് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയതായിരിക്കും. ചീഫ് എഞ്ചിനീയറിന് പകരം ആ റൂമിൽ ഞാൻ വേറൊരാളെ കണ്ടു. ആര്? അക്കുചേട്ടൻ പ്രേമിച്ചിരുന്ന ശ്രേയ ഞാൻ കണ്ടു. ചീഫ് എഞ്ചിനീയർ ശ്രേയൻ അക്കുചേട്ടൻ പ്രണയിച്ചിരുന്ന ശ്രേയൻ ഒരാളാ. ശരിയല്ലേ? ഇവളെന്താ ഈ പറയുന്നെന്നായിരിക്കും അക്കുചേട്ടൻ ആലോചിക്കുന്നത്. ചാരു എന്തൊക്കെയായി പറയുന്നത്? പറയാതെ അക്കുചേട്ടനെ പോലെ എല്ലാം മനസ്സിലൊതുക്കി വെക്കണമെന്നാണോ? ശ്രേയാണ് ചീഫ് എഞ്ചിനീയർ എന്ന് അക്കുചേട്ടൻ എന്താ എന്നോട് പറയാതിരുന്നത്? പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ മറന്നുപോയി. അക്കുചേട്ടാ, ഇത്രയും നാളും അക്കുചേട്ടൻ എല്ലാം മറച്ചു വെച്ചു. പക്ഷെ ഇപ്പൊ എന്നോട് നുണ പറയാനും തുടങ്ങി. ഞാൻ നിന്നോട് എന്തിനാ നുണ പറയുന്നേ? ചീഫ് എഞ്ചിനീയറായിട്ട് വന്നത് ശ്രേയാണെന്ന് ഞാൻ അറിഞ്ഞ അക്കുചേട്ടനെ ശ്രേയ എന്തിനാ ഓരോ ജോലികൾ തന്ന് കഷ്ടപ്പെടുത്തുന്നെന്ന് ഞാൻ അക്കുചേട്ടനോട് ചോദിക്കും. അപ്പൊ അക്കുചേട്ടന് പറയേണ്ടി വരും ശ്രേയക്ക് എന്നോട് ദേഷ്യമാന്ന്. അപ്പൊ ഞാൻ ആ ദേഷ്യത്തിന്റെ കാരണം ചോദിക്കും. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്ന കാര്യം എന്നോട് പറയേണ്ടി വരും. ഇതെല്ലാം മനസ്സിൽ വെച്ചല്ലേ അക്കുചേട്ടൻ ശ്രേയയുടെ കാര്യം മനസ്സിലൊതുക്കി വെച്ചത്? പറ അക്കുചേട്ടാ, സത്യല്ലേ? അക്കുചേട്ടൻ മനസ്സിലൊതുക്കി വെച്ച കാര്യങ്ങളെല്ലാം ശ്രേയനോട് പറഞ്ഞു. അക്കുചേട്ടൻ മറച്ചു പിടിച്ച ഒരു സത്യം. അത് കാരണം നമ്മുടെ 3 പേരുടെ ജീവിതവും കൈവിട്ടു പോയതുപോലെ ആയില്ലേ? എന്റെ കഴുത്തില് താലി കെട്ടുന്നതിന് മുൻപ് അക്കുചേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആവുമായിരുന്നില്ലല്ലോ. ആ സമയത്ത് അക്കുചേട്ടനൊന്നും പറയാത്തോണ്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത ദൂരത്തേക്ക് എത്തിയില്ലേ? ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ നമ്മൾ തീരുമാനിക്കേണ്ടേ? അന്ന് നമ്മൾ തീരുമാനിച്ചിട്ടല്ലോ, അച്ഛന്റെയും ദൈവങ്ങളുടെയും തീരുമാനമായിരുന്നില്ലേ? ഇനി നമ്മളായിട്ട് എന്ത് തീരുമാനം എടുക്കാനാ? അപ്പൊ എന്റെ അവസ്ഥ എന്താവും? ശ്രേയയുടെ അവസ്ഥ എന്താവും? പറ അക്കുചേട്ടാ. ഞാൻ എന്ത് പറയണമെന്നാ ചാരു? അക്കുചേട്ടൻ കെട്ടിയ താലിക്ക് മനസ്സിലൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെ ശ്രേയയുടെ വിരൽ അക്കുചേട്ടൻ ഇട്ടെടുത്ത മോതിരത്തിന് എന്ത് സ്ഥാനം കൊടുക്കാൻ പോകുന്ന? ശ്രേയയുടെ വിരലിലെ മോതിരയിട്ട കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? അതല്ലേ അക്കുചേട്ടൻ ആലോചിക്കുന്നത്? ശ്രേയ എന്നോട് എല്ലാം പറഞ്ഞു.
ശ്രേയ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? ആകാശിന്റെ ഭാര്യ എന്ന സ്ഥാനം നീ നിന്റെ കഴുത്തിലാ താലിയായിട്ടിരിക്കുന്നെങ്കിൽ ഞാൻ എന്റെ വിരലിലായിട്ടിരിക്കുന്നത്. എന്റെ ആകാശിനെ എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് കൂടി ശ്രേയ പറഞ്ഞു. ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രേയയുടെ ജീവിതമാണെന്ന്, അത് തിരിച്ചു കൊടുത്തിട്ട് അക്കുച്ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ ഞാൻ എന്ത് ചെയ്യണം അക്കുച്ചേട്ട? അക്കുച്ചേട്ടനോട് ജീവിക്കാൻ പോയിട്ട് അക്കുച്ചേട്ടനെ വിട്ടുപോകാൻ കഴിയാതെ എന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചില്ലേ? അക്കുച്ചേട്ടനൊന്നും പറയാനില്ലേ? കക്കുതി, ഞാൻ പറയുന്നത് കേട്ട്. എന്ത് കേൾക്കാനാ? ഞാൻ പറയുന്നത് അക്കുച്ചേട്ടൻ കേൾക്ക്. അക്കുച്ചേട്ടന് ചേർന്നത് ശ്രേയ തന്നെയാ. മനസ്സിലുള്ളതുപോലെ ശ്രേയ തന്നെ ജീവിതത്തിലും കൊണ്ടുവരണം. ശ്രേയ പറഞ്ഞ പോലെ ഞാനിപ്പോ ജീവിക്കുന്നത് ശ്രേയയുടെ ജീവിതം. ഞാൻ ഒഴിഞ്ഞു പോകുന്ന നല്ലത്. അതാ ശരി. നീ എവിടേക്കാ ഒഴിഞ്ഞു പോകാൻ പോകുന്നത്?